ഇപ്പോഴും നമ്മുടെ ആളുകളുടെ ഇടയിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഫുഡ് കഴിക്കണം, എന്തോരം ഫുഡ് കഴിക്കണം, അത് ഏതൊക്കെ സമയത്ത് കഴിക്കണം, ഇങ്ങനെ ഒരു ഐഡിയ മിക്ക ആളുകൾക്കും ഇല്ല. നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇൻടേക്ക് ചെയ്യേണ്ട ഫുഡ് എന്ന് വെച്ചാൽ പ്രോട്ടീനാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 1.5 മണിക്കൂറിനുള്ളിൽ ഫുഡ് കഴിക്കാൻ നോക്കുക. ഈ ഫുഡ് എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ട് പ്രോട്ടീൻ തന്നെയാണ്. നല്ല ലീൻ ആയിട്ടുള്ള പ്രോട്ടീൻ നിങ്ങൾ കഴിക്കണം. നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് പ്രോട്ടീൻ കഴിച്ചാലേ നമ്മുടെ മസിൽസിലേക്ക് അമിനോ ആസിഡ്സ് ആഡ് ആവത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മസിൽ പ്രോട്ടീൻ ബ്രേക്ക് ഡൗണിനെ കുറയ്ക്കുകയും ചെയ്യും, അതുപോലെ തന്നെ മസിൽ പ്രോട്ടീൻ സിന്തസിസ് കൂട്ടുകയും ചെയ്യും. അങ്ങനെയാണ് സത്യത്തിൽ നമുക്ക് മസിൽ ഗ്രോ ചെയ്യുന്നത്. അപ്പം കുറെ സ്റ്റഡികൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രോട്ടീൻ കഴിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പം ലീൻ ആയിട്ടുള്ള നല്ല പ്രോട്ടീൻ വർക്കൗട്ട് ചെയ്ത് 1.5 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ കഴിക്കാൻ നോക്കുക. അത് നിങ്ങൾക്ക് ഏത് പ്രോട്ടീൻ വേണമെങ്കിലും ആവാം. ഫിഷ് ആവാം, എഗ് ആവാം, ചിക്കൻ ആവാം, ബീഫ് ആവാം, പിന്നെ വേണേ വേ പ്രോട്ടീൻ ആവാം. അങ്ങനെ പല രീതിയിൽ പ്രോട്ടീൻ കഴിക്കാം. അപ്പം മാക്സിമം ഈ 1.5 മണിക്കൂറിനുള്ളിൽ പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യാൻ നോക്കുക. പിന്നെ പ്രോട്ടീൻ മാത്രമല്ല, നല്ല ക്ലീൻ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. കാരണം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ എനർജിയൊക്കെ ഭയങ്കര ഡ്രെയിൻ ആയിരിക്കും. അപ്പം പ്രോട്ടീൻ മാത്രം ചെന്നിട്ട് കാര്യമില്ല, നമുക്ക് നമ്മുടെ എനർജിയും കൂടി റീസ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇപ്പം നല്ല കാർബോഹൈഡ്രേറ്റ്സ് നിങ്ങൾ ഇൻടേക്ക് ചെയ്യുക. ഇപ്പം ഏത്തപ്പഴം, ബനാനയും അതുപോലത്തെ പഴങ്ങളും ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അതുപോലെ ക്ലീൻ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് അതിലൂടെ നല്ല എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാൻ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഫാറ്റ് കഴിക്കാൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഫാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർഡ് ആയിട്ടുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ് നിങ്ങൾക്ക് ദിവസത്തിൽ പല ടൈമിൽ കഴിച്ച് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് മെയിനായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ 1.5 മണിക്കൂറിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കഴിക്കേണ്ടത് മെയിനായിട്ട് പ്രോട്ടീനും നല്ല കാർബോ ആയിരിക്കണം. നമ്മൾ വെറുതെ മോശം കാർബോ കഴിച്ചിട്ട് ഒരു കാര്യമില്ല, ബ്രെഡ് പോലത്തെ അതൊന്നും കഴിച്ചിട്ട് കാര്യമില്ല. മാക്സിമം ഫ്രൂട്ട്സും വെജിറ്റബിൾസിൽ നിന്നും കാർബോഹൈഡ്രേറ്റ്സ് ഇൻടേക്ക് ചെയ്യാൻ നോക്കുക. അപ്പം നമുക്ക് നല്ല എനർജിയും കിട്ടും, എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ മെറ്റബോളിസം ഒക്കെ നല്ല പക്കയായിട്ട് വർക്ക് ആവുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഹൈഡ്രേഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം മാക്സിമം കുടിക്കാൻ നോക്കുക. നമ്മുടെ ബോഡിയിൽ നല്ല ഇലക്ട്രോലൈറ്റ് ചെന്നാലേ മസിൽ റിക്കവറിക്കും, പിന്നെ ബാക്കിയുള്ള നമ്മുടെ ഫങ്ഷനിങ്ങും നമുക്ക് ഇഞ്ചറി പ്രിവെൻറ്റേഷനും ഇതെല്ലാം നടക്കത്തുള്ളൂ. അപ്പം കറക്റ്റായിട്ട് വെള്ളവും കൂടി കുടിക്കുക. ഫുഡ് മാത്രം നമ്മൾ ചെന്നിട്ട് കാര്യമില്ല, വെള്ളവും കൂടി അതനുസരിച്ച് കറക്റ്റായിട്ട് ഇൻടേക്ക് ചെയ്യുക. അപ്പം അത്ര ഉള്ളൂ ഗായ്സ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.